അടിച്ചോ പിണറായിയുടെ മുസ്ലിം വിരുദ്ധത അത് തന്നെ, അതിന്റെ മുസ്ലിം ഭീകരത, മുസ്ലിങ്ങളെ ഭീകരരാക്കുക. പി വി അൻവർ MLA പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അതിക്രമവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ അറസ്റ്റിലാകുമ്പോൾ പി വി അൻവർ ഉന്നയിക്കുന്ന വിഷയം എന്താണ്? ഇതിലെവിടെയാണ് മുസ്ലിം വിരുദ്ധത ഉണ്ടാകുന്നത്? തീർച്ചയായും അപ്പോൾ പ്ലാൻ ചെയ്ത് തന്നെയുള്ള പ്രതികരണം എന്ന് തന്നെ, ആസൂത്രിതമായിട്ടുള്ള പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഒരു സമയത്തിനനുസരിച്ചുള്ള സന്ദർഭോചിതമല്ലാത്തൊരു പ്രതികരണമാണ് വിഷയങ്ങളിലോ അല്ലെങ്കിൽ കലാപാഹ്വാനുമായി ബന്ധപ്പെട്ടോ സാമൂഹ്യമായ സൗഹൃദത്തിന് കളങ്കം ചാർത്തുന്നതോ അതിനെ തടസ്സപ്പെടുന്നതുമായ വിഷയങ്ങളിലോ ഒന്നും വകുപ്പ് ചുമത്തിയല്ല പി വി അൻവറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഒരു കാരണത്തിന് വേണ്ടി നിൽക്കുമ്പോൾ ആ കാരണത്തിൽ പ്രതികരിക്കുന്നതിനപ്പുറത്ത് അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമില്ലാത്ത വളരെ പക്വതയില്ലാത്ത ഒരു പ്രതികരണമായി പോയി. കാരണം മുസ്ലിം വിരുദ്ധത എന്ന തരത്തിലേക്കാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വരുന്നത്. അത് തെറ്റായ, തീർച്ചയായും അത് ആ ഒരു സന്ദർഭോചിതമല്ലാത്ത ഒരു പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. പക്ഷെ അദ്ദേഹം അതിവൈകാരികമായ ഒരു ഘട്ടത്തിലേക്ക്, അദ്ദേഹത്തിന്റെ മാനസിക നിലയൊക്കെ തന്നെ ഈ ഒരു ഘട്ടത്തിൽ പോയേക്കാം. കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു നടപടി. ഒരു രാഷ്ട്രീയ നേതാവാണ്, ഒരു MLA ആണ്, കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള ഒരാളാണ്. ഈ പറയുന്നതും അതിസാമർഥ്യം എന്ന് തന്നെ പറയേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. കാരണം ആ വിഷയത്തിലല്ല അയാൾ പോരാടാൻ നിന്നതോ പ്രതിഷേധമുണ്ടായതോ അറസ്റ്റ് വരിക്കുന്നതോ ഒന്നും. അദ്ദേഹത്തിന്റെ പ്രതികരണം വീണ്ടും അടിച്ചോ പിണറായിയുടെ മുസ്ലിം വിരുദ്ധത അത് തന്നെ, അതിന്റെ മുസ്ലിം ഭീകരത, മുസ്ലിങ്ങളെ ഭീകരരാക്കുക. ഭീകരത, ആ മുസ്ലിം വിരുദ്ധത, അതിനപ്പുറമൊന്നുമില്ല.